നമസ്കാരം. ആർട്ട് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ യൂട്യൂബിൽ 2025 കുറച്ച് മാറ്റങ്ങൾ യൂട്യൂബ് വരുത്തിയിട്ടുണ്ട് പോളിസിയിലൊക്കെ. അതായത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് എന്ന് പറയും. ഇപ്പൊ യൂട്യൂബിൽ നമ്മൾ ചിലപ്പം വീഡിയോസ് ചെയ്യുന്ന ആളുകൾക്ക് തന്നെ എന്താ പറയാ, നമുക്ക് അറിവില്ലായ്മ കൊണ്ടായിരിക്കാം. ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ എന്താണ്, നമ്മൾ നേരിട്ട് വീഡിയോസ് ഇടും, ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുക്കും, അതുപോലെ ടാഗുകൾ കൊടുക്കും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് യൂട്യൂബിൽ ചെയ്യാൻ പറ്റാത്തതുണ്ട്. അത് നമ്മൾ പെട്ടെന്നൊന്നും യൂട്യൂബ് അറിയിക്കുന്നൊന്നുമില്ല. കുറെ കാലങ്ങൾ കഴിഞ്ഞ് നമ്മൾ വീഡിയോസ് ഒക്കെ ഇട്ട് പോസ്റ്റ് ചെയ്ത് പിന്നെയും കുറെ വീഡിയോസ് ഒക്കെ നമ്മൾ പോസ്റ്റ് ചെയ്ത് കുറച്ചങ്ങോട്ട് ചെന്നപ്പോഴാണ് നമുക്ക് പെട്ടെന്നൊരു വാണിംഗ് വരിക, ചാനൽ വയലേഷൻ വന്നിട്ട്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ പലപ്പോഴും പലരും ഇടുന്ന ഒരുപാട് വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ചാനലുകളിൽ ചില ചാനലുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, നമ്മുടെ തമ്പനയിൽ കാണുമ്പം എന്താ പറയാ, പെട്ടെന്ന് ആളുകൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള ചില തമ്പനയിൽ കൊടുക്കുക അവരല്ലേ. പക്ഷെ നമ്മൾ ഓപ്പൺ ആക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ തമ്പനയിലായിട്ട് യാതൊരു സാമ്യവും ഇല്ലാത്ത വീഡിയോസ് ആണ് അവർ പോസ്റ്റ് ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇനി പണി കിട്ടാൻ പോവുകയാണ്. കാരണം അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒക്കെ തന്നെ സ്പാം സൈറ്റുകൾ, അതുപോലെ ഗാംബ്ലിങ്, അതായത് മണി മേക്കിംഗ് ഉണ്ടാവും അല്ലെ, ഇങ്ങനെ ചെയ്താൽ വരുമാനം നേടാം, അങ്ങനെ ചെയ്താൽ വരുമാനം നേടാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മണി മേക്കിംഗ് വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്. ഇങ്ങനെയുള്ളവർക്കൊക്കെ ഇപ്പോൾ യൂട്യൂബ് വാണിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബിൽ നമ്മൾ ടാഗ് കൊടുക്കാറുണ്ട് അല്ലെ, വീഡിയോന് ടാഗ് കൊടുക്കാറുണ്ട്. ഈ ടാഗ് നമ്മൾ ഈ വലിയ യൂട്യൂബർമാര് ചെയ്യുന്ന കുറെ ടാഗുകളുണ്ട്. അവർ ചെയ്യുന്ന ടാഗുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ട് മനസ്സിലാക്കി അതുപോലെയൊക്കെ നമ്മളായ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ നമ്പർ വൈസ് ആക്കിയിട്ട് ടാഗ് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അത് കോപ്പി പേസ്റ്റ് ചെയ്ത് കോമ ഇട്ടങ്ങ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും വയലേഷനിൽ പെട്ടതാണ് കേട്ടോ. 2024 ലാസ്റ്റിൽ തന്നെ യൂട്യൂബ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലിക്ക് ബൈറ്റ് ആയിട്ടുള്ള തമ്പനയിൽ ഇടാൻ പാടില്ല എന്ന്. അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സ്ട്രൈക്കുകൾ വരുമ്പോൾ നമുക്ക് അറിയാതെ നമ്മുടെ ചാനൽ പോകും. അപ്പൊ ദയവ് ചെയ്ത് എല്ലാവരും നമ്മുടെ ചാനൽ പിന്നോട്ടൊന്ന്, നമ്മൾ എത്രത്തോളം വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പൊ ആ വീഡിയോസ് ഒക്കെ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക. വളരെ ജെന്യൂൻ ആയിട്ട് ഓർഗാനിക് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും യൂട്യൂബിൽ അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോ ചെയ്യാം. ഇതിപ്പോ യൂട്യൂബിലാണ് വന്നിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഫേസ്ബുക്ക് ഇപ്പൊ പ്രൊഫഷണൽ മോഡൊക്കെ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫേസ്ബുക്കിലൂടെ മണി ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ എല്ലാത്തിനും അതിന്റേതായ പോളിസി അനുസരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇൻസ്റ്റാഗ്രാമിലായാലും എല്ലാ സോഷ്യൽ മീഡിയയിലും കൃത്യമായിട്ടുള്ള പോളിസീസ് ഉണ്ട്. ഇതൊന്നും അറിയാതെ എടുത്ത് ചാടി എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്ത് പൈസ ഉണ്ടാക്കാന്ന് വിചാരിച്ചാൽ ഒന്നും നടക്കൂല. പിന്നെ ഒരു കാര്യം കൂടെ, ഷോർട്സ് വീഡിയോ ചെയ്യുന്നവർക്ക് ഒരു നല്ല ഗുഡ് ന്യൂസ് ആയിട്ടാണ് യൂട്യൂബ് എത്തിയിട്ടുണ്ടായിരുന്നത് ഈ അടുത്ത് തന്നെ. അതുപോലെ തന്നെ ഇപ്പോഴാണ് എല്ലാവർക്കും അത് കിട്ടാൻ തുടങ്ങിയിട്ടുള്ളത്. അതായത് 60 സെക്കൻഡുള്ള വീഡിയോ 3 മിനിറ്റിലേക്ക് ആക്കി. പക്ഷെ ഇന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതും കൂടെ പറയാൻ കാരണം, ഷോർട്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാനും കൂടെയുള്ള ഓപ്ഷനും കൂടെ ഒന്ന് ശ്രദ്ധിക്കാതെ പോകരുത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമന്റ് ചെയ്യാനും മറക്കരുത്.